ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മലയാളീസ് ടോക്സ്. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ BA സെക്കൻഡ് മോഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ് കേൾക്കുന്നതിന് മുമ്പേ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ക്ലാസ്സുകൾ കേൾക്കുക. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും, എന്ന് വെച്ചാൽ ആരും സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ ഈ ചാപ്റ്ററിൻ്റെ നോട്ട്സ് ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ആശാൻ്റെ സീത. ജോസഫ് മുണ്ടശ്ശേരിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീത എന്ന കവിതയ്ക്ക് ജോസഫ് മുണ്ടശ്ശേരി നൽകുന്ന നിരൂപണ ലേഖനമാണ് ആശാൻ്റെ സീത എന്ന നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈ ഒരു പാഠഭാഗം. രാമായണ കഥയിൽ സീതയെ കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ടു. അപ്പം അതിന് ശേഷമുള്ള കാര്യമാണ് ഈ ഒരു കവിതയിൽ പറയുന്നത്. സർവാധിപതിയായിട്ടുള്ള ശ്രീരാമൻ പ്രഭാവത്തിൻ്റെ കൊടിക്കൂറ പറപ്പിച്ചുകൊണ്ട് അയോധ്യയിൽ അശ്വമേധയാഗത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട മുനിമാർ, രാജാക്കന്മാർ, അങ്ങനെ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. ആ ക്ഷണിക്കപ്പെട്ടതിൽ വാൽമീകി മഹർഷിയുണ്ട്. നമ്മുടെ സീതാദേവി കഴിയുന്നത് വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലാണ്. അപ്പോൾ സീതയ്ക്ക് ലവൻകുശൻ എന്ന പേരുള്ള 2 മക്കൾ ജനിച്ചിട്ടുണ്ട്. അങ്ങനെ വാൽമീകി മഹർഷി ഈ മക്കളോടൊപ്പം അശ്വമേധയാഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അയോധ്യയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. ആ സമയം സീത ആശ്രമത്തിൽ ഏതാണ്ട് ഒറ്റപ്പെട്ട് കഴിയുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ അവളുടെ ഹൃദയം വികാരതരളിതമാവുകയാണ്. മനസ്സ് പൂർവ്വ അനുഭവങ്ങളെ അയവിറക്കുകയാണ്. അത് സ്വാഭാവികമാണല്ലോ. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ പഴയ കാര്യങ്ങളും കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ ഓർക്കുക. അപ്പം അതേ സമയം തന്നെയാണ് ഇപ്പോൾ സീതയ്ക്കുള്ളത്. ഇതേ ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. അപ്പോൾ ഈ പഴയ ഓർമ്മകളിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് ചിന്തകൾ തള്ളിക്കയറി വരാതിരിക്കാൻ വയ്യ എന്നാണ് പറയുന്നത്. കാരണം അതിന് പാകത്തിൽ സീതയെ ഉടജാന്തവാടിയിൽ ഒരു പൂവാക വിടർന്ന ശാഖയുടെ കീഴിൽ ഇരുത്തിക്കൊണ്ടാണ് കാവ്യം ആരംഭിക്കുന്നത്. ചിന്താകുലയായിട്ട് ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുന്ന ആ ഒരു ഇരിപ്പിൻ്റെ നിശ്ചലതയെ 4-5 പദ്യങ്ങൾ കൊണ്ട് കവി വരച്ച് കാട്ടിയിട്ടുണ്ട്. അതായത് ആദ്യത്തെ കുറച്ച് വരികളിലായിട്ട് സീതയുടെ ആ ഒരു ഇരിപ്പിനെ വർണ്ണിക്കുന്നു എന്നാണ് പറയുന്നത്. സൂര്യൻ പോയി മറഞ്ഞതും ഭുവനം ചന്ദ്രികയാൽ നിറഞ്ഞതും പ്രകൃതിയിലുണ്ടായ മാറ്റവും ഒന്നും അറിയാത്തൊരു അവസ്ഥയിലാണ് ആ ഇരിപ്പ് എന്ന് പറയുന്നത്. പല കഷ്ടപ്പാടുകളിലൂടെയും നീന്തിക്കയറി ഒടുവിൽ ആശ്രമത്തിൽ ഒറ്റപ്പെട്ട് കഴിയാറായ സീതയ്ക്ക് വാൽമീകിയുടെയും ലവകുശന്മാരുടെയും എല്ലാം സാന്നിധ്യത്തിൽ തൻ്റെ പ്രാണനാഥൻ അശ്വമേധം ആരംഭിച്ചിട്ടുള്ള സന്ദർഭത്തിൽ ഒന്നാമതായിട്ട് തോന്നാവുന്നത് ജീവിതത്തിൻ്റെ വ്യർത്ഥതയെക്കുറിച്ചാണ്. അവളുടെ ചിന്ത ഉപക്രമിച്ചത് സ്വാഭാവികമാണ്. ദുഃഖങ്ങൾ അനുഭവപ്പെട്ടെങ്കിലും അതെല്ലാം മറക്കാൻ അവൾ തയ്യാറാണ്. മിക്കവാറും ഒരു നിർവേദത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അവളുടെ മനസ്സ്. വീണ്ടും അയോധ്യയിലെത്തി മഹാറാണിയായി വാഴുവാൻ അവൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അടക്കിയാലും അടങ്ങാത്ത വിധത്തിൽ അവളുടെ മനസ്സിൽ ശേഷിച്ചിട്ടുള്ള ഒന്നുണ്ട്: അപമാനശല്യം. വാസ്തവത്തിൽ ആ അപമാന ബോധമാണ് നീണ്ടു പോകുന്ന ചിന്തകൾക്കെല്ലാം പ്രധാന കാരണമായി തീർന്നിട്ടുള്ളത്. എന്നാൽ ഉള്ളിൽ തട്ടി തേട്ടി വരുന്ന അപമാനബോധം തുടക്കത്തിൽ അത്ര രൂക്ഷമല്ല. തൻ്റെ മക്കളായ ലവകുശന്മാർക്കൊപ്പം വാൽമീകി അശ്വമേധത്തിൽ സംബന്ധിക്കാൻ അയോധ്യയിൽ എത്തിച്ചേർന്നിട്ടുള്ള സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൂർവ്വ അനുഭവങ്ങളെ സീതയുടെ മനസ്സിൽ വരുന്നുള്ളൂ. പൂർവ്വ അനുഭവങ്ങളിൽ സീതയുടെ ഹൃദയത്തിൽ ആഞ്ഞു പതിഞ്ഞിട്ടുള്ള വ്യക്തികളെയും അവിടുത്തെ സംഭവങ്ങളെയും വളരെ യാഥാർത്ഥ്യത്തോടു കൂടിയിട്ട് തന്നെ അവതരിപ്പിക്കാൻ കവി ഇവിടെ മറന്നിട്ടില്ല. രാമൻ്റെ ആജ്ഞ അനുസരിച്ച് സീതയെ കാട്ടിലേക്ക് നയിച്ച് ആശ്രമത്തിൽ ഇട്ടേച്ചു പോയ ലക്ഷ്മണൻ്റെ ആ പോക്ക്, അത് ഏറ്റവും വികാരനിർഭരമായ രീതിയിലാണ് കവിതയിൽ പറഞ്ഞു വച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആശ്രമ ജീവിതത്തിൽ സീതയ്ക്ക് എല്ലാം കൊണ്ടും വളരെ പ്രിയപ്പെട്ടവരായി തീർന്ന മുനിമാരുടെ ലോകത്തെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം വളരെ മനോഹരമായ ഒരു കവിതയാണ് കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീത എന്ന കവിത. ഇനി പറയാൻ പോകുന്നത് ജോസഫ് മുണ്ടശ്ശേരിയുടെ ആശാൻ്റെ സീത എന്ന നിരൂപണ ലേഖനത്തിൻ്റെ ആശയമാണ്. മലയാള സാഹിത്യത്തിലെ വളരെ പ്രശസ്തനായ ഒരു നിരൂപകനാണ് ജോസഫ് മുണ്ടശ്ശേരി. കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീത എന്ന ഖണ്ഡകാവ്യത്തിന് ജോസഫ് മുണ്ടശ്ശേരി എഴുതിയ വിമർശന ലേഖനമാണ് ആശാൻ്റെ സീത.
1971 ഈ ഒരു കൃതി പ്രസിദ്ധീകരിച്ചത്. ആശാൻ കവിത ഒരു പഠനം എന്ന കൃതിയിലാണ് സീതാകാവ്യത്തെ പഠനവിധേയമാക്കുന്ന ഈ ഒരു ലേഖനം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആശാന്റെ മറ്റു കാവ്യങ്ങളെപ്പോലെ ചിന്താവിഷ്ടയായ സീതയിലും ആദർശവൽകൃതമായ പ്രേമം തന്നെയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് ഈ ഒരു നിരൂപണ ലേഖനം ആരംഭിക്കുന്നത്. യഥാർത്ഥ ദാമ്പത്യത്തിലൂടെ കടന്നുപോയി സന്താനവതിയായി കഴിഞ്ഞ നായികയെ ദുഃഖങ്ങളുടെ തീച്ചൂളയിൽ വെച്ചൂതി സംശുദ്ധയാക്കി പൗരസംഘത്തിന് മുന്നിൽ വെച്ച് ലോകം വെടിയാൻ അനുവദിക്കുകയാണ് ഈ ഒരു കാവ്യത്തിലൂടെ ആശാൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിലൂടെ ഉദാത്ത പ്രണയവും സദാചാര സംശുദ്ധിയും പാലിച്ച സീത കൂടുതൽ സ്വീകാര്യയായി തീരുകയാണ്. ലീല, നളിനി തുടങ്ങിയ മറ്റു കാവ്യങ്ങളെ അപേക്ഷിച്ച് സീതാകാവ്യത്തില് കുമാരനാശാന്റെ സ്വന്തം അഭിപ്രായങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ടെന്നാണ് മുണ്ടശ്ശേരി നിരീക്ഷിക്കുന്നത്. രാമായണത്തിലെ പ്രസിദ്ധ കഥാപാത്രമായ സീതയെ പുനരാവിഷ്കരിച്ച് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെയും കർത്തൃത്വത്തെയും ആശാൻ എങ്ങനെ ആവിഷ്കരിക്കുന്നു എന്നാണ് ഈ പഠനത്തിലൂടെ മുണ്ടശ്ശേരി അന്വേഷിക്കുന്നത്. കൗമാരത്തിൽ പിതാവിൻ്റെയും യൗവനത്തിൽ ഭർത്താവിൻ്റെയും വാർദ്ധക്യത്തിൽ പുത്രൻ്റെയും സംരക്ഷണത്തിൽ കഴിയേണ്ടവളാണ് സ്ത്രീയെന്നും സ്വതന്ത്രമായ അസ്തിത്വം അവൾക്ക് ഇല്ലെന്നുമാണ് ആർഷഭാരത സങ്കല്പം. നൂറ്റാണ്ടുകളായി സമൂഹത്തിൽ വേരോടിയ ഈ ഒരു സങ്കല്പത്തിനെതിരെ ശബ്ദമുയർത്തണമെന്ന് ആശാന് തോന്നിയിട്ടുണ്ടാവണം. ആ ഒരു ആവശ്യം നിർവഹിക്കാൻ സീതയെ സഹനശീലത്തിൻ്റെയും ക്ഷമയുടെയും പാതിവ്രത്യത്തിൻ്റെയും പര്യായമായി ഭാരതീയരുടെ ഹൃദയത്തിൽ പൂജാർഹയായി തീർന്ന രാമായണത്തിലെ സീതയെ തന്നെ ആശാൻ സ്വീകരിച്ചിരിക്കുകയാണ്. രാമനെതിരെ മൂർച്ചയേറിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സീതയെ ചിന്താവിഷ്ടയാക്കി അവതരിപ്പിച്ചതിൻ്റെ ഔചിത്യം മുണ്ടശ്ശേരി ഇവിടെ പരിശോധിക്കുന്നുണ്ട്. അയോധ്യാപതിയായ ശ്രീരാമനെ പരസ്യമായി ചോദ്യം ചെയ്യുക എന്ന ഔചിത്യം ഒഴിവാക്കുവാനായിരിക്കണം സീതയെ ചിന്താവിഷ്ടയാക്കിയത് എന്നതാണ് ഒരു കാരണം. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഒരു കാവ്യത്തിൽ രാമനെതിരെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് സീതയുടെ ചിന്തകളിലൂടെയാണ്. രാജാവിനെയും ഭർത്താവിനെയും നേർക്കുനേർ ചോദ്യം ചെയ്യാൻ സ്ത്രീകൾ മുതിരാത്ത സാമൂഹിക ക്രമത്തിലാണ് സീത അവതരിപ്പിക്കപ്പെടുന്നത്. കുമാരനാശാന്റെ കാലഘട്ടത്തിലെത്തുമ്പോഴും സ്ത്രീകൾക്ക് ജീവിത സ്വാതന്ത്ര്യം ലഭ്യമായിട്ടില്ല. എന്നാൽ കുലീനയായ സ്ത്രീയിൽ നിന്നും വ്യത്യസ്തമായി സ്വന്തം അഭിപ്രായമുള്ള സ്ത്രീയെ അവതരിപ്പിക്കാനാണ് ആശാൻ ശ്രമിച്ചിരുന്നത്. അതുകൊണ്ടായിരിക്കാം വെട്ടിത്തുറന്ന് പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ പഴയ ഓർമ്മകളാക്കി ഒരു ചിന്തയിലൂടെ ആശാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് കവി എന്ന നിലയിൽ ആശാന്റെ ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണെന്ന് മുണ്ടശ്ശേരി പറയുന്നു. അതുപോലെ തന്നെ സീത ചിന്താവിഷ്ടയായി തീരുന്നതിനും രാമനെതിരെ വിമർശനങ്ങൾ അവളുടെ മനസ്സിൽ ക്രമികമായി ഉയർന്നു വരുന്നതിനും അനുയോജ്യമായ കാവ്യ പശ്ചാത്തലത്തിലാണ് ആശാൻ ഒരുക്കിയിരിക്കുന്നത്. രാവണനെ നിഗ്രഹിച്ചതിനു ശേഷം അയോധ്യയിൽ രാമൻ അശ്വമേധയാഗത്തിനൊരുങ്ങുകയും ക്ഷണം കിട്ടിയതനുസരിച്ച് വാൽമീകി മക്കളായ ലവകുശന്മാരുമൊന്നിച്ച് അങ്ങോട്ടേക്ക് പുറപ്പെടുകയും ചെയ്തു. ആശ്രമത്തിൽ തനിച്ചായ സീതയുടെ മനസ്സിലേക്ക് സ്വാഭാവികമായിട്ടും രാമനോടൊന്നിച്ചുണ്ടായിരുന്ന പൂർവ്വസ്മരണകൾ കടന്നുവരാം. അത്തരമൊരു അവസ്ഥ ഉണ്ടാക്കുന്ന തരത്തിൽ ഉടജാന്തവാടിയിൽ ഒരു പൂവാക വിടുർത്ത ശാഖയുടെ കീഴിലാണവളെ ഏകയായി കവി ഇരുത്തിയിരിക്കുന്നത്. സീതയുടെ ഇരിപ്പിനെ വളരെ വിസ്തരിച്ച് തന്നെ ആശാൻ വർണ്ണിക്കുന്നുണ്ട്. സൂര്യൻ പോയി മറഞ്ഞതും ഭൂവനം ചന്ദ്രികയാൽ നിറഞ്ഞതും ഇതൊന്നും അറിയാത്ത വിധത്തിൽ സീത ചിന്താകുലയായി പോകുന്നു. ഈ ഒരു സന്ദർഭത്തിൽ പൂർവ്വസ്മരണകളിലൂടെ കടന്നു പോകുന്ന അവളുടെ മനസ്സിനെ സൂക്ഷ്മമായി തന്നെ ആശാൻ വർണ്ണിക്കുന്നു. പേരുകൊണ്ടും ഉള്ളടക്കം കൊണ്ടും ചിന്താ പ്രാധാന്യമുള്ളതാണ് ഈ ഒരു കൃതി. പൊതുവെ വൈജ്ഞാനിക കൃതികൾക്ക് സാഹിത്യ കൃതികളേക്കാൾ ഹൃദയാവർജകത കുറയാറുണ്ട്. കാവ്യങ്ങളിൽ പൊതുവെ വൈകാരിക അംശങ്ങൾക്കാണ് പ്രാധാന്യം ലഭിക്കുക. ഇൻ്റലക്ച്വലിസം കാവ്യങ്ങളുടെ വൈകാരിക അനുഭൂതികൾക്ക് വിഘാതം സൃഷ്ടിക്കാറുണ്ട്. നാലപ്പാട്ട് നാരായണ മേനോന്റെ കണ്ണുനീർ തുള്ളി, ബാഷ്പാഞ്ജലി തുടങ്ങിയ കൃതികൾ ഇതിനെ അതിജീവിച്ചവയാണ്. ആശാന്റെ ചിന്താവിഷ്ടയായ സീതയും ഇതേ ഗണത്തിൽപ്പെട്ടൊരു കൃതി തന്നെയാണെന്ന് മുണ്ടശ്ശേരി വിലയിരുത്തുന്നു.
ഈ കൃതിയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള യുക്തിവിചാരങ്ങളെ കൂടി വായനക്കാർക്ക് ഹൃദയവർജകമാക്കി തീർക്കുന്നതിൽ ആശാൻ വിജയിച്ചിട്ടുണ്ട്. രാമായണ കഥാസന്ദർഭങ്ങളെയും കഥാപാത്രങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ യുക്തിവിചാരങ്ങളെ കാവ്യത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നു. കാവ്യനിർമ്മാണ പ്രക്രിയയിൽ ആശാന് ആരോടാണ് കൂടുതൽ താൽപ്പര്യം എന്ന ഒരു ഉയർന്ന ചർച്ചയിൽ ആ ഒരു സാഹചര്യത്തിൽ നിരൂപകര് ബ്രൗണിങ്ങിനോട് ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞിട്ടുള്ളത്. ബ്രൗണിങ്ങിൻ്റെ കൃതികൾ സൂക്ഷ്മമായി വായിച്ച ആശാന് അദ്ദേഹത്തിൻ്റെ കാവ്യ സംസ്കാരവും ഡ്രാമാറ്റിക് മോണോലോഗ് പോലെയുള്ള കാവ്യരചന രീതിയും ആകർഷിച്ചിട്ടുണ്ട്. കാളിദാസ പക്ഷപാതിയായ ആശാന് കാളിദാസനും മേഘസന്ദേശവുമായിരിക്കണം വഴികാട്ടിയായത് എന്നാണ് ഇക്കാര്യത്തിൽ മുണ്ടശ്ശേരി അഭിപ്രായപ്പെടുന്നത്. മുണ്ടശ്ശേരിയുടെ വിമർശന രീതി കൃതികളെ മനുഷ്യജീവിതത്തോടും സമൂഹത്തോടും ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വിമർശന രീതിയാണ്. കാവ്യത്തിലെ പല പരാമർശങ്ങളും അക്കാലത്തെ മനുഷ്യജീവിതത്തെ സ്പർശിക്കുന്നതാണ്. ഇത് അദ്ദേഹം സംശയിക്കുന്നു. സീതയുടെ സംസാരത്തിലൂടെ സ്വന്തം കാലഘട്ടത്തിലെ ജീവിത അവസ്ഥകളിലേക്ക് കൂടി ആശാൻ വിരൽ ചൂണ്ടുന്നു. രാമായണ കാലത്തെ ധാർമ്മിക മൂല്യങ്ങൾ നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും സമൂഹത്തിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. അതിനെ ചോദ്യം ചെയ്യാനാണ് കവികൾ ശ്രമിക്കേണ്ടത്. കാലങ്ങൾ പിന്നിട്ടിട്ടും മാറാത്ത സ്ത്രീയുടെ അസ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാൻ ഈ ഒരു കാവ്യത്തിലൂടെ ആശാൻ ശ്രമിക്കുന്നുണ്ട്. അത് കാവ്യലോകത്തിന് വലിയൊരു സംഭാവനയാണെന്നാണ് മുണ്ടശ്ശേരി ഈ ഒരു ലേഖനത്തിലൂടെ വിലയിരുത്തുന്നത്. ഓക്കെ, ഇതോടുകൂടിയിട്ട് ഈ ചാപ്റ്റർ അവസാനിച്ചു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നോട്ടും ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഒരിക്കൽ കൂടി പറയാണ്, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.